ഹലോ, വിദ്യാലയങ്ങൾ എന്തിന് ഇസ്രയേൽ പലസ്തീൻ പ്രകടനം? യൂത്ത് ഫെസ്റ്റിവലിലെ മൈമിൽ എന്തിന് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം മുഖ്യധാര പ്രമേയമാക്കി? അപ്പോൾ ഇവരാരും നൈജീരിയയിലെ പ്രശ്നം അറിഞ്ഞില്ലേ? ഇവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികളെ കൊണ്ട് ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞവരെയാണ് കേട്ടോ. ഇവിടെയുള്ള എത്ര മുഖ്യധാര മാധ്യമങ്ങൾ ഈ നൈജീരിയ പ്രശ്നം ചർച്ച ചെയ്തു? മണിപ്പൂരിലെ സമുദായങ്ങളുടെ പ്രശ്നം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ നോക്കിയ മാധ്യമങ്ങൾ എന്തേ നൈജീരിയയെ കാണാത്തത്? ഇവിടെ കൊച്ചിയിൽ പലസ്തീൻ ഐക്യവേദിയിൽ പലസ്തീന് ജീവൻ പൊലിഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പേരുകൾ ആവർത്തിച്ച് എടുത്തു പറഞ്ഞപ്പോൾ അങ്ങ് 2014 നൈജീരിയയിലെ ലോകത്തെ വരെ ഞെട്ടിച്ച് ചീബോക്ക് ഗ്രാമത്തിലെ 276 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ മുസ്ലിം തീവ്രവാദ സംഘടനയായ ബോക്കോ ഹറാമിന്റെ പ്രവർത്തികൾക്ക് എതിരെ നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല? പലസ്തീനിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് പറയുന്നവർ ഒന്ന് നൈജീരിയയിലേക്ക് ഒന്ന് ഉറ്റുനോക്കുക. അവിടെ ബോക്കോ ഹറാം എന്ന ഇസ്ലാമിക് തീവ്രവാദ സംഘടന ക്രിസ്ത്യൻ സമുദായത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ വംശഹത്യ നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ സേവ് നൈജീരിയ എന്നും ഫ്രീ നൈജീരിയ എന്നുള്ള ഒറ്റ ഒരു പ്ലക്കാർഡോ ഒരു ബാനറോ പോസ്റ്ററോ ഒന്നും നമ്മൾ കണ്ടില്ല. ഒരു മുഖ്യധാര മാധ്യമത്തിൽ പോലും ഇതൊന്നും പ്രചരിപ്പിക്കുന്നില്ല. എന്തേ? പലസ്തീനു വേണ്ടി മറുപടി കൂട്ടുന്ന പുരോഗമനവാദികളും പലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് പറയുന്നവരാരും നൈജീരിയയിലെ കുട്ടികൾ, നൈജീരിയയിൽ ജീവിക്കുന്ന ജനങ്ങളും ചിരിക്കണ്ടേ? അവർക്കും ജീവിക്കണ്ടേ?